പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര
എത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. പ്രാകാരം വിട്ടു ഞാൻ വന്നിടട്ടെ, ചേർക്കുമോ എന്നെ നിന്റെ സന്നിധേ? തീർക്കുമോ എന്നെ നിന്റെ പൈതലായി? ആർക്കുമേ നിന്റെ ചാരനാളെല്ലാം. പ്രാകാരം വിട്ടു ഞാൻ വന്നിടട്ടെ, ചേർക്കുമോ എന്നെ നിന്റെ സന്നിധേ? തീർക്കുമോ എന്നെ നിന്റെ പൈതലായി? പാർക്കുമേ നിന്റെ ചാരനാളെല്ലാം. പാപിയായി ഞാൻ ഉഴന്നിഹത്തിൽ, ജീവനായി ഞാൻ ഓടി വലഞ്ഞു. ഒരുക്കി നീ എനിക്കായി സങ്കേതം, വരുന്നു ഞാൻ നിന്നഗരമതിൽ. പാപിയായി ഞാൻ ഉഴന്നിഹത്തിൽ, ജീവനായി ഞാൻ ഓടി വലഞ്ഞു. ഒരുക്കി നീ എനിക്കായി സങ്കേതം, വരുന്നു ഞാൻ നിന്നഗരമതിൽ. എന്റെ കൺകൾ നിൻ മുഖം കാണട്ടെ, എന്റെ കൈകൾ നിൻ വേല ചെയ്യട്ടെ. എന്റെ കാൽകൾ നിൻ പാതയോടട്ടെ, നീ വസിക്കും മന്ദിരമാണല്ലോ ഞാൻ. എന്റെ കൺകൾ നിൻ മുഖം കാണട്ടെ, എന്റെ കൈകൾ നിൻ വേല ചെയ്യട്ടെ. എന്റെ കാൽകൾ നിൻ പാതയോടട്ടെ, നീ വസിക്കും മന്ദിരമാണല്ലോ ഞാൻ. പ്രാകാരം വിട്ടു ഞാൻ വന്നിടട്ടെ, ചേർക്കുമോ എന്നെ നിന്റെ സന്നിധേ? തീർക്കുമോ എന്നെ നിന്റെ പൈതലായി? പാർക്കുമേ നിന്റെ ചാരനാളെല്ലാം.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ
പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനിടയാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഉയർപ്പ് ദിവസം വരെ ഈ ആത്മാവ് അവിടെ ആനന്ദിച്ച് മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാൻ ഇവിടെയാക്കണമേ. മോറൻ വാലുഹാൻ ലോൽമേ വാഗ്ദാനം ചെയ്തോൻ മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തർ കരുളണമോദ്ധാനം. താൽക്കാലിക ജീവനിൽ നിന്നും ദാസനെ
കണ്ണാൽ കാണും രാജാവേ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവരുടെ കരവിളിവാക്കൽ സ്വർഗകവാടം തുറന്നിടും തവ ശരണേ മൃദനാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണം. ബ്രദറിൽ നിന്നും ലാസറിനെ ആഹ്വാനം ചെയ്തൊരു നാദം കബറിൽ നിന്നും പറുദീസിൽ നിന്നെയും വിളിച്ചേറ്റം. നിൻ ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിൻ മഹിമോദയ ദിവസത്തിൽ നിൻ കൃപയെതിരേറ്റേണം. ബാരിക്കുമോ ശുഭഹോലാബോലബിറോവൽ റൂഹോ കാദീശോ മെലോലം വാദാമെലോലം വൽമീനാമീൻ. തിരുസുത പരിശുദ്ധാത്മാവ സത്യേകവരാം നിൻ വിധിയാൽ വേർപെട്ടോരാത്മാവീവം അങ്ങേയ്ക്കായി സ്തുതിയേറ്റിടും. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കർത്തൃകൽപ്പനയാൽ ഇവിടെ നിന്നും വേർപെട്ടുപോയി ആത്മാവിനു വേണ്ടി നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ ദാസൻ ജീവനുള്ളവരുടെ വാസസ്ഥലങ്ങളിൽ ചെന്നു ചേരുകയും നിന്റെ വിശുദ്ധരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ളവരുടെ സ്ഥലത്ത് താമസിക്കുകയും ചെയ്യുമാറാകണമേ. ആത്മാവിനെ നിങ്കലുണർത്തുന്നേൻ നാഥ. നീയൻ ശരണം ലജ്ജിക്കരുതേ. ഞാൻ നിന്നാശിതരാരും ലജ്ജിച്ചിടരുതേ. ലജ്ജിക്കുമധർമ്മികൾ അവരുടെ വ്യർത്ഥതയിൽ. ഹല്ലേലൂയ. നിൻബാധകൾ എന്നെ കാട്ടിടുക. അറിയിക്കണമെന്നെ നിൻ ചെറുവഴികൾ. ഹല്ലേലൂയ. നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കാം. ഭാഗ്യമോ ശുഭഹോലാബോലബ്രോവൽ റൂഹോ കാദീശോ മെലോലം വാദാമെലോലം വൽമീനാമീൻ. ദാസർക്ക് ഗണമാശ്വാസം
നാശത്തിൽ നിന്നെഴുന്നേൽപ്പിച്ചിടാമൻ അവരോട് വാഗ്ദാനം ചെയ്തു. ആശ്വാസമവർക്കേകണമേ പുനരുദ്ധാന മഹാനാളിൽ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാർക്കുമോർ സ്വന്തം സാദൃശ്യത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയതായ ഉത്തമനും സ്വന്തം ഛായയിൽ ഞങ്ങളെ സൃഷ്ടിച്ച നിർമ്മാതാവും സ്വന്തം ആത്മാവാൽ ഞങ്ങളെ ജീവിപ്പിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കിയ ശില്പിയും തൻ്റെ നീതിയാൽ അതിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചയക്കുകയും തന്റെ കൃപയാൽ അതിൽ നിന്ന് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നവനായി തനിക്ക് തന്റെ ദാസന്റെ സംസ്കാരങ്ങൾ ഞങ്ങൾ നിർവഹിക്കുന്ന സമയത്തും സകല നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആശിന്റെ നാടുകളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. യോദ്ധാവും ഭയങ്കരനും സകലത്തെയും ഭരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ വചനപ്രകാരം സകലവും ഉളവാക്കുകയും നിന്റെ ആജ്ഞയാൽ സകലവും നശിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവത്താൽ ജീവനും നിന്റെ ആജ്ഞത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമായ കർത്താവേ, നീ ജീവകാണവും സകലത്തെയും ജീവിപ്പിക്കുന്നവനുമാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്നും യാത്രയായി നിദ്രാപിച്ചിരിക്കുന്ന ഈ ദാസനിൽ നീ കനിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് ഇവൻ പ്രവേശിക്കുവോളും വിശുദ്ധ സേനകളാൽ ഇവനെ നീ സഹായിച്ചുകൊള്ളണമേ. ആകാരണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും കർത്തൃത്വം ആഘോഷിക്കപ്പെടുകയും രാജ്യത്വം വെളിപ്പെടുകയും വല്ലഭത്വം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉളവാകുകയും ചെയ്യുന്ന പുനരുദ്ധാനത്തിന്റെ അവസാന നാളിൽ നിന്റെ ദാസന്റെ ആത്മാവിനെ ശിക്ഷാവിധിയിൽ നിന്നും ദണ്ഡനങ്ങളിൽ നിന്ന് നീ സംരക്ഷിച്ചു കൊള്ളണമേ. ആ ദിവസം മാലാഖമാർ കാഹളമൂതുകയും പ്രധാന മാലാഖമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സംഘം മുഴുവനും നിന്റെ ഭയങ്കര ശക്തി പ്രാഭവത്തെ ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ സാമ്രാജ്യങ്ങൾ നശിക്കുകയും ഭരണകൂടങ്ങൾ അഴിഞ്ഞു പോവുകയും നിങ്ങളുടെ സിംഹാസനങ്ങൾ നാശത്തിലേക്ക് മരിച്ചിടപ്പെടുകയും സമത്സരങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ദിനരാത്രികൾ മാഞ്ഞു പോവുകയും സൃഷ്ടി മൂലം മുഴുവൻ നാമാവിശേഷമാവുകയും ചെയ്യും. അപ്പോൾ ആകാശം വിളകുകയും സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും ആവൃതമാവുകയും ചെയ്യും. ആ സമയം നീ ഭയജനമായ വിധം ആവൃതനാവുകയും തേജസ്സോടെ കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിലയോടും കൂടെ നിർത്തുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നിന്റെ ദാസൻ ചെയ്തു പോയ ഹീനകർമ്മങ്ങൾ പരിഗണിക്കരുതേ. ഇവൻ ചെയ്ത പാപങ്ങൾ നീ ഓർക്കുകയും വരുതേ. ഭയങ്കരമായ ന്യായവിധിയിലെ നീ കുറ്റക്കാരനായി വിധിക്കരുതേ. നിരാശയിലേക്ക് ഇവനെ നീ വിട്ടുകളയും വരുതേ. ഇവൻ അഗ്നിക്ക് അവകാശമായി നീ നിശ്ചയിക്കരുതേ. നിന്റെ മഹാകൃപയിൽ നിന്ന് ഇവനെ വിരോധിക്കപ്പെടുകയും വരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഇവൻ വേർതിരിക്കപ്പെടുവാൻ ഇടയാകരുതേ. നിന്റെ കരുണ ചെറുകളിൽ വലിച്ച് ഇവനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തെ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന എല്ലാ സ്നേഹിതന്മാരും വത്സരും ഇവന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. നിന്റെ മണവറയിൽ ഇവനെ നീ പ്രവേശിപ്പിക്കണമേ. മുഖപക്ഷമില്ലാത്തവനും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നവനും നീതിയും സത്യമുള്ളവനും ആയിരിക്കുന്ന ന്യായാധിപ, ഇവൻ തന്റെ കൃപയ്ക്ക്
ഇവൻ നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാൻ ഇടയാക്കുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധാത്മാവരോടും കൂടെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അനുയോജ്യമാകുന്നു. പാറയ്ക്കും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. സൃഷ്ടി അഖിലം ഭ്രമപൂർവം മറയുമ്പോൾ ദിനകരനം വെളിതാരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്കാൽ അന്ത്യം പോകും. കബർ പൊടിയും മൃതരുദ്ധിതരാകും. വിധികേകം പ്രാപിച്ചിടും. സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ യാത്ര പ്രകടിപ്പിക്കുന്ന വിശ്വാസിയായ ഈ ദാസന്റെ ആത്മാവിനോടുന്ന മോചകനും പാപപരിഹാരനുമായിരിക്കണമേ. ഈ ദാസൻ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കരുണയും വാഴോടും നിറഞ്ഞിരിക്കുന്ന നിന്റെ കർണ സമുദ്രത്തിൽ നിശേഷം കഴുകി കളയണമേ. ജീവിക്കുന്ന നിന്റെ ദൈവത്വത്തിന്റെ കൽപ്പനയാലും അടയാളത്താലും ഈ ദാസനെ നാശത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും പുതുതാക്കണമേ. മഹിമ പ്രതാപനായ അവിടുന്ന് നിന്റെ ആജ്ഞാനിദാസനെ ആത്മാവിനെയും ദേഹിയെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളർപ്പിച്ച സ്വതവും വഴി ദാസന ഭാവനയാത്മേ ദുഃഖവും ലാഭവും ഇല്ലാത്ത സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സ്ഥലങ്ങളിൽ ദാസനെ വിസ്മയിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ ഞങ്ങൾ വിശ്വാസികളും നിന്റെ വളർത്തുമാർത്തുകൊണ്ട് നിൽക്കാസുയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും. ആദമിലാരംഭിച്ചുള്ളൊരു മരണത്തിൻ ഗതി മരണത്തിൻ അധികാരം ഒഴിവാക്കി പാപത്തിൻ മുനനീക്കി ഘോഷിക്കും നല്ല തലമുറയും നേടിയ വിജയത്തെ പാർക്കുമോ. മനോലം വാദാമിലോലം രാജാവിൻ വരവിങ്കൽ ദൂതവരന്മാർ കാഹളമൂതും നേരം കബറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിടും. ദീപികയാണിച്ചേട്ടവരെത്തും മണവാളനുമായി മാണവാറമുകീടാനായി മുറിയോറാകെ ന്യായാധിപന്മാരുടെ വിധികർത്താവായ യേശുവേ, ന്യായവിധിയിൽ ജയം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ. സഹോദരരെ സഹോദരരെ ധനവും സൗന്ദര്യവും അധികാരവും സ്ഥലവും കടന്നു പോകുമെന്നും നശിച്ചു പോകുമെന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുപഠിക്കുകയും തന്റെ അധികാരമില്ലാതായി പോകാത്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞാൻ മരിച്ചവരുടെ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. കബറടക്കപ്പെട്ടവരെ സന്തോഷിപ്പിക്കുന്ന പ്രകാശം വഴിയില്ല. എന്റെ കർത്താവേ, നീ എനിക്ക് പ്രകാശമായിരിക്കണമേ. നീ തന്നെ ഞാൻ കാണും. മങ്ങിപ്പോകാത്ത പ്രകാശമായുള്ളവേ, ഞാൻ നടക്കുകയും സന്തോഷമുള്ള സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും.
ഉദ്ധാനദിനേ മൃതരായോർക്കുയിരേകി ശോഭനഗാത്രം നൽകും മസിഹാധന്യൻ. മൃതികനരേ ഉദ്ധാനം ദ്രുതമെത്തും. ഖേദിക്കേണ്ട ദേഹത്തിൻ നാശത്തിൽ സുന്ദരരായി നിങ്ങളെ നിർമ്മിച്ചോ. ഗാത്രത്തിൽ ഉദ്ധാനം നൽകി പ്രതിഫലമെല്ലാവർക്കും യോഗ്യത പോലരുളിയിടും. വേഗം ചെല്ലാൻ എന്നെ അവൻ പ്രതികൂട്ടി. ഉറ്റവരെ കാൺവാൻ അനുവാദം ഞാൻ അവനോട് അഭ്യർത്ഥിച്ചിടും. യാചനയും കോഴകളും കൈക്കൊണ്ടീലവനയ്യോ. സോദരരെ മൃതിരചിതം മാതരമാ ഈ പാനീയം പാകിലഹോ ബഹുതിക്തം. സുതരദിനാതാദരയും ജനനീ ജനകന്മാർ വത്സല സുതരെയും മറന്നിടും. നീ കാസ കൽപ്പിച്ചോ നദിധന്യൻ. ദൈവാത്മജനേ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസന്നേകുക നീതിജ്ഞന്മാർ ശുദ്ധരോടൊന്നായി. കല്ലറയിലും തേജോമയമാം വസനം നൽകും. ദൈവത്താൽ പ്രേഷിതനാം ദൂതൻ പ്രീതിപ്രദന ശീഘ്രം പ്രേഷിതനായിടുമ്പോൾ ഏറ്റം ഘോരൻ പാപം ചെയ്തോരാത്മാവേ ജവമിങ്ങെത്തിക്ക. ഉന്നത നീറേനോടാങ്യത്താൽ കൽപ്പിച്ചേവം. മണ്ണാലാദത്തെ നിർമ്മിച്ചോൻ പാദൻ സ്തുത്യൻ. ക്രൂശിൻ വ്യതയാൽ രക്ഷിച്ചവനാ പുത്രൻ വന്ദ്യൻ. അന്ത്യദിനത്തിൽ ഉയർപ്പിച്ചവനെ മക്കളോടൊപ്പം തേജോ വസ്ത്രം മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂച്ചെടി പോലെ പാർക്കുമോ. ശുഭഹോലാബോലം റോവൽ റോഹോ കാദീശോ. ചാരേണ താലേ നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ. കബറിനും പരുതി
പാർദീസായ്ക്കായി സൗവൻ കാലസ്കുറിയേലായിസോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളിൽ നീങ്ങി അവരവരിലോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ടു മരിച്ചത് ഞാൻ എന്നും കാത്ത തന്നരുളിന് മഹത്വം കള്ളനു കെട്ടിയ നിന്റെ വനം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടിടേണം. എല്ലാവരും ഇവിടെ ഇരിക്കാൻ. പിതാവേ, വന്യ മോൺസിഞ്ഞോറച്ച, വന്യരായ കോറപ്പീസ്കോപ്പമാരെ, വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സഹോദര സഹോദരികളെ, നമ്മുടെ വിശ്വാസ കൂട്ടായ്മയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന ചാമക്കാലായിലെ പാപ്പി സാറിനെ നാം ക്രിസ്തീയമായ രീതിയിൽ യാത്രയാക്കുകയാണ്. പത്തനംതിട്ട രൂപതയിൽ മൈലപ്പുറ എന്ന ഇടവകയിൽ ചാമക്കാലായി വീട്ടിൽ ജനിച്ച് വളർന്ന് ജീവിച്ച പാപ്പി സാറ് തന്റെ ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ഒരു അധ്യാപകനായി വിദ്യാർത്ഥികൾക്ക് അറിവും ജ്ഞാനവും കൊടുക്കുന്ന ഒരു അധ്യാപകനായി തന്റെ ജീവിതത്തെ കാഴ്ചവെച്ചു. ചാമക്കാലായിൽ കുടുംബം നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണല്ലോ. അഭിയോന്യ യൂസേബിയൂസ് പിതാവിന്റെ അയൽപക്കം, ഉത്തമ സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലും ഒക്കെയും ആ കുടുംബം പിതാവിനോടും അയൽപക്കവും സ്നേഹവും ബന്ധവുമുള്ള എന്നോടുമൊക്കെ ഈ കുടുംബം വളരെ സ്നേഹത്തിൽ ആയിരുന്നു. വന്യ യൂസേബിയൂസ് പിതാവ് സ്വന്തം മകൻ എന്നുള്ള രീതിയിൽ തന്നെ സാറിന്റെ ഇവിടുത്തെ ശുശ്രൂഷകൾ നടത്തുന്നതിന് ഇവിടെ ഉണ്ട്. നിഷ്കളങ്കനായ ഒരു ഇസ്രയേൽ പുത്രൻ എന്ന് നഥാനിയേലിനെ പറ്റി കർത്താവ് പറഞ്ഞല്ലോ. ഒരു വാക്കിൽ പാപ്പി സാറ് നിഷ്കളങ്കനായ ഒരു മലങ്കര മകൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ നാം എല്ലാവരും. ഏതൊരു സമയത്തും ഇവിടെ വന്നാൽ സ്നേഹം പകരുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. സാറിൻ്റെ വേർപാട് നമുക്ക് ദുഃഖം നൽകുന്നതെങ്കിലും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോട് ചേരുകയാണ്. പുണ്യപിതാവായ ദൈവദാസനായ മാരിവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഈ കഴിഞ്ഞ 15-ാം തീയതി നാം ആചരിച്ചുവല്ലോ. പുണ്യപിതാവിനോട് ചേർന്നുകൊണ്ട് പാപ്പി സാറും
ആ സ്വർഗീയ ഭാഗ്യത്തിന് ദൈവം ഇടയാക്കട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കേൾവിയിൽ പെട്ടിട്ടില്ലാത്തത്, മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ആ വലിയ ഭാഗ്യമാണല്ലോ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ലഭിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ത് നേടി എന്ന് ചോദിച്ചാൽ സ്വർഗഭാഗ്യം നേടി എന്ന് പറയുവാൻ സാധിക്കുമല്ലോ. കാരണം ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ സ്വർഗീയ ജീവിതം ഉണ്ടെന്ന്, ഈ ജീവിതത്തിൻ്റെ തുടർച്ചയായി ആ സ്വർഗീയ ജീവിതത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ അതിൻ്റെ ഒരുക്കമായി ഈ ലോക ജീവിതത്തെ കണ്ട ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ പാപ്പി സാറ്. നമുക്ക് എല്ലാവരുടെയും നാമത്തിൽ അനുശോചനം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അഭിവന്യ ക്രിസ്തോസ്തവം തിരുമേനിയുള്ള നന്ദി കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. തിരുമേനിയോടൊപ്പം ഫിലഡൽഫിയയിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട തോമസ് മലയിലും അച്ഛനോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനിയിപ്പോൾ വ്യൂവിങ്ങിനുള്ള സമയമാണ്. Now it's the time for നിത്യ വീടുന്നുണ്ട് വീടയെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമാ മഹത്വനാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാൻ നിന്നാത്മാവിനാ യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള യെരൂശലേം നിത്യഗൃഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരമേ ദർശിച്ചി ഭാഗ്യദേശം
യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവനെന്നേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാടുങ്കിൽ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും എനിക്കിടവരുത്തരുതേ നീതിമാനായ അങ്ങനെ രക്ഷിക്കണമേ. എന്റെ നേരെ ചെവിചായ്ച്ച് എന്നെ അടിമേലും വിടുവിക്കണമേ.
രക്ഷയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തിയും ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ശത്രുപുരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു. ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി. അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ടു നടുങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു. മൃഗനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി തീർന്നു. പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീഷണി തന്നെ. എനിക്കെതിരെ അവർ ഒന്ന് ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗതയും അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാനിടയാകരുതേ. ദുഷ്ടരെ ലജ്ജിതരാക്കണമേ. അവർ മൂകരായ പാതാളത്തിൽ പതിക്കട്ടെ. അസത്യം പറയുന്ന അതിരങ്ങൾ മൂകമാകട്ടെ. അവർ അഹന്തയോടും അവജ്ഞതയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാമത്തെ കർമ്മം നിർവഹിക്കുകയാണ്. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഭിമന്യ യൗസേബിയസ് തിരുമേനിയാണ്. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പാപമാകുന്ന മരണത്തിൽ നിന്നും മരണമുള്ളവരെ സ്വതന്ത്രരാക്കുവാൻ ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ശരണത്തോടുകൂടെ നശ്വരമായ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ നിന്റെ ദാസന് പരിപൂർണമായ ആത്മവിശ്രാന്തി നൽകണമേ. നിന്റെ രാജകീയ ഭവനത്തിലെ വരുന്നിൽ അതിഥികളോടൊപ്പം ഈ ദാസനെ ഇരുത്തണമേ. എന്തെന്നാൽ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനും എന്നേക്കും സ്ഥിരനും ആയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നീ നല്ലവനും മനുഷ്യ സ്നേഹിയുമാകുന്നു. മോറാൻ വാലോഹാൻ ലവൽമേ. ആത്മാവേ, നാഥനെ വാഴ്ത്തുക. ഹല്ലേലൂയ. എന്ന സ്ത്രീകൾ അവൻ നാമം പുകഴ്ത്തട്ടെ. ആത്മാവേ, നാഥനെ വാഴ്ത്തുക. ഹല്ലേലൂയ. മറക്കരുതവനുടെ ഉപകാരങ്ങൾ. ഒഴിച്ചിടും നിൻ പാപങ്ങൾ. ഹല്ലേലൂയ. നിൻ രോഗങ്ങളെ സൗഖ്യവുമാക്കും.
കനിവടിയാരിൽ ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനശ്വരകീർത്തിയും എല്ലാ നേരയോടെ വിടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവമായ കർത്താവിന് സ്തുതി. അവൻ മനുഷ്യനെ മരണശേഷം പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയിക്കുകയും ചെയ്യുന്നവനാകുന്നു. മനുഷ്യന്റെ ആയുസ്സിനെ പരിമിതി നിർണയിക്കുകയും മരണത്താൽ അതിനെ അഴിവരുത്തുകയും ചെയ്യുന്നു. അവൻ മനുഷ്യനെ അനശ്വരവും അനന്തവുമായ ജീവനിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബലവാനായ തമ്പുരാനെ, മരിച്ചവരുടെ ആദ്യ ദിവസത്തിൽ നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ദാസനോട് നിനക്ക് സഹതാപത്വം വേണമേ. ആ ദിവസം സൂര്യചന്ദ്രന്മാർ ഇരുട്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഗംഭീരമായ കാഹളങ്ങൾ മുഴങ്ങുകയും മരിച്ചവർ നാശരഹിതരായി എഴുന്നേൽക്കുകയും എല്ലാ മരിച്ചവരുടെ അസ്ഥികൾ കൂട്ടിച്ചേർക്കപ്പെടുകയും മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും സംപ്രേരണമായ പുസ്തകം തുറക്കപ്പെടുകയും സകലരുടെയും പ്രവർത്തികൾ പരിശോധനായുധമായി തീരുകയും ചെയ്യും. മുദ്രയിട്ടവരും ജീവനുള്ള നിന്റെ ദൃശ്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും നിന്നുള്ള വിശ്വാസത്തിൽ നിന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നതിനുമായി ദാസനിൽ കനിവ് തോന്നുമാറാകണമേ. പ്രീതിയോടെ ഇവന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, നിന്റെ ശ്രീമായ പുരുഷനോടുകൂടെ തിരുമ്പിൽ നിന്നവനെ തള്ളിക്കളയരുതേ. നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശക്തിക്കായി ഇവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ ഇവനെ നീ തള്ളിക്കളയരുതേ. കർത്താവേ, നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്നവനെ നീ തടയുകയരുതേ. മനുഷ്യപ്രീതിയാൽ ഇവനിൽ തോന്നി നിന്റെ മഹാകരുണയാൽ ഇവനെ നീ ദർശിക്കണമേ. നിന്റെ പരിശുദ്ധമായ വാത്സല്യത്തെ ഇവനെ നീ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് ഓഹരിയിൽ ഇവനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമുള്ളവരിൽ ഇവനെ നിർത്തണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ വിലയ്ക്കും ഇവനെ നീ അർഹനാക്കണമേ. ഇവന്റെ കടങ്ങളെ മോചിച്ച് ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളെ ക്ഷമിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ വലതുഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അവിടപൂർണമായ ഈ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുന്ന പാപികളും നിന്റെ ദാസനുമായി ഞങ്ങളെ നിനക്ക് പ്രീതികരമായ അന്ത്യത്തിന് യോഗ്യരാക്കണമേ. ഞങ്ങളിൽ ഒരുവനെ നിന്റെ രാജ്യത്തിൽ നിന്ന് നീ അന്യരാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടൊപ്പം രക്ഷയും പരിത്രാണനവും നിർവഹിക്കുന്നവൻ നീയാകുന്നുവല്ലോ. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. ഉദ്ധാനം ചെയ്യപ്പോനെ
വദനേ നിൻ സ്തുതിയേറ്റോര പ്രതികളെ ജീവിപ്പിക്ക ലാസറിനെ കല്ലറയിലും ആഹ്വാനം ചെയ്തൊരു നാഥ വിശ്വാസത്തോടുമതി പൂണ്ടോ ഉത്ഥാനം നൽകിയിടേണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിനക്കണച്ച ധൂപം കൈക്കൊള്ളണമേ. ഞങ്ങൾക്കാവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും നിന്റെ ദാസനെ അർഹനാക്കണമേ. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ ശരണാഗത മൃതരേ പുതുതാക്കിയിടണമേ.
സ്വർഗീയം ഭാഗ്യം സിദ്ധം നേടുമ്പോൾ നീ ആമോദിക്കും ഖേദം നീങ്ങിടും. രക്ഷകനാമീശോ ജീവനെ എന്നെ ജീവിപ്പിക്കുക നിൻ കൃപയെ ഞാൻ വാഴ്ത്തും. കർത്താവേ കൃപ ചെയ്യണമേ, ദാസനെ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലഭാഗേ. വത്സലരേ പാതാളത്തിൻ വിസ്തൃതമാം വഴിയും ഗ്രഹവും നിങ്ങളെ പിരിയാനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. എൻ പിറകെ വന്നോൻ ദൂതൻ പെട്ടെന്നെന്നെ പിടികൂടി, നിരശരിയാതവനെന്നെയും കൂട്ടിക്കൊണ്ടയ്യോ പോയി. ഉറ്റവരെ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചേ, കേട്ടില്ലെന്നഭ്യർത്ഥനയെ വാങ്ങിയതിൽ കൈക്കോലേ. സൃഷ്ടാവാം താതൻ സ്തുത്യൻ, രക്ഷകനാം പുത്രൻ വന്ദ്യൻ, കബറിൽ നിന്നും പറുദീസിൽ ചേർക്കും സ്തോത്രാടൻ. കർത്താവേ കൃപ ചെയ്യണമേ, ദാസനെ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലഭാഗേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളിൽ നിന്നി അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാരിക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുമോ, പാതാളത്തിൽ പോകാനാകിടാൻ ഞാൻ. എന്നവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചു ഞാൻ. എന്നും കാത്ത തന്നരുളിന്നു മഹത്വം മരമതിനുയരേ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം കൈക്കൊണ്ടിടേണം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പലരെയും ആശ്വസിപ്പിച്ച് മുന്നിപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സിംഹാസനത്തിന് മുൻപായി കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ
ഏറ്റവും സ്നേഹമുള്ള ചമക്കലായ കുടുംബാംഗങ്ങളെ, വേദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഹൃദയം നിറയെ സ്നേഹം സംവഹിച്ച് ഈ ലോകത്ത് ജീവിച്ച ഒരു വത്സര പിതാവിനോടാണ് നമ്മൾ യാത്ര പറയുന്നത്. നമ്മൾ ഈ പിതാവിനെ അധികമായി സ്നേഹിച്ചു, അതിലുമധികമായി ഈ പിതാവ് നമ്മളെ സ്നേഹിച്ചു, അതിലുമധികമായി ദൈവം ഈ പിതാവിനെ സ്നേഹിച്ചു. ദൈവം എത്രമാത്രം നന്മകൾ ചൊരിഞ്ഞ് അനുഭവിക്കുവാൻ സാധിച്ച വ്യക്തികൾ ചുരുക്കമായിട്ട് നമ്മൾ കണ്ടുമുട്ടാറുള്ളൂ. സത്യത്തിൽ നമ്മളിവിടെ ഈ പ്രിയപ്പെട്ട പാപ്പി സാറിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുകയല്ല, ഇത്ര ധന്യമായൊരു ജീവിതത്തെ നമ്മൾ ആഘോഷിക്കുക. വി ആർ സെലിബ്രേറ്റിംഗ് ഹിസ് ലൈഫ്. 93 വർഷക്കാലം ഈ ലോകത്ത് ഇത്ര ധന്യമായ ജീവിതം നയിക്കുവാൻ ദൈവം ഈ പ്രിയപ്പെട്ട പിതാവിനോടും നമ്മോടും ഔദാര്യം കാണിച്ചു. പ്രിയപ്പെട്ട പാപ്പി സാറ് ദൈവത്തിന് ധാരാളം അനുഗ്രഹം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. 93 വർഷക്കാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു, ധാരാളം നന്മ അനുഭവിച്ചും പങ്കുവെച്ചും ജീവിച്ചു. തന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, എല്ലാ ഉത്തരവാദിത്വവും നന്നായി നിറവേറ്റുവാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. തൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, ഈ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തർക്കും എനിക്ക് നന്നായി അറിയാം ഈ അപ്പച്ചൻ്റെ വേർപാടിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വലിയ ആഴമുള്ള വേദന. കാരണം അത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ച, കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു പിതാവായിരുന്നു. ഇന്ന് ഇത്ര ധന്യമായ ഒരു മക്കളുടെ, കൊച്ചുമക്കളുടെ കൂട്ടായ്മയോടെ ഉണ്ടെങ്കിൽ പ്രധാന കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ നന്മയുടെ പ്രവാഹമാണ്. സഭയിൽ അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ആത്മാർത്ഥമായി നിറവേറ്റി. മേലപ്ര പള്ളിയിൽ, മേലപ്ര ഇടവകയിൽ പാപ്പി സാറിൻ്റെ സമർപ്പണവും പ്രവർത്തനവും എത്ര പ്രശംസനീയമായിരുന്നുവെന്ന് ആ ഇടവക്കാർക്ക് എല്ലാവർക്കും അറിയാം. ആ ഇടവകയിലെ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്നു. പിന്നീട് മേലപ്ര ഒരു പൊളിറ്റിക്കൽ കൗൺസിലായപ്പോൾ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു പ്രിയപ്പെട്ട പാപ്പി സാർ. അനേക വർഷക്കാലം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഇടവകയുടെ എല്ലാ മർമ്മങ്ങളിലും ആത്മാർത്ഥമായി ഉൾച്ചേരുന്ന ഒരു നല്ല വിശ്വാസിയായിരുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിറവേറ്റി. ഇവിടെ അഭിമന്യ ക്രിസ്തുമസ് പിതാവ് പറഞ്ഞതുപോലെ ഒരു മാതൃകാ അധ്യാപകനായിരുന്നു. തൻ്റെ വിദ്യാർത്ഥികളോട് ആത്മാർത്ഥമായ സമർപ്പണ ബോധമുള്ള ഒരു അധ്യാപകനായിരുന്നു. പ്രിയപ്പെട്ട പാപ്പി സാറിൻ്റെ ഈ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ലോകത്തിന്, ഈ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയ ഒരു സമ്മാനമായിരുന്നു പ്രിയപ്പെട്ട പാപ്പി സാർ. ഒരു വ്യക്തിപരമായ നോട്ട് കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ പിതാവിന് സമാനമായി ഞാൻ സ്നേഹിച്ച് ബഹുമാനിച്ച 2 വ്യക്തികൾ ഈ കഴിഞ്ഞ 1 മാസത്തെ ഗ്യാപ്പിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചുപോയി. ഒന്ന് എൻ്റെ പിതാവിൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട ബേബിച്ചായി ജൂൺ 13-ാം തീയതി ദൈവസന്നിധിയിലേക്ക് പോയി. അതുപോലെ ഞാൻ സ്നേഹിച്ച് ബഹുമാനിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട പാപ്പി സാർ. ഞാൻ ഒരു ബാലനായിരിക്കുമ്പോൾ തൊട്ട് കാണുന്ന ഏറ്റവും സന്തോഷമുളവാക്കുന്ന ഒരു മുഖമായിരുന്നു പാപ്പി സാറിൻ്റെ. ഉദാത്തമായ, ആത്മാർത്ഥമായ, നന്മ നിറഞ്ഞ സൗഹൃദബന്ധം ഞാൻ പഠിച്ചത് പ്രിയപ്പെട്ട പാപ്പി സാറും എൻ്റെ പിതാവും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിലൂടെ. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തൊട്ട് സാറ് ഞങ്ങളുടെ വീട്ടിൽ വരും. സാറിൻ്റെ വീട് ഒരു മലയുടെ മുകളിലാണ്. അത് തന്നെ സാറിന് ഭാഗ്യമായി തന്ന കാരണം, അത്രയധികം ഇത്ര നാളും ആരോഗ്യത്തോടെ ജീവിക്കുവാൻ കാരണം ആ മലയുടെ മുകളിൽ സാറിന് ജീവിക്കാൻ സാധിച്ചു. നടന്ന് താഴെ സ്കൂളിൽ പോകാൻ വരും, തിരിച്ച് നടന്ന് മല കയറി പോകും. അപ്പോൾ സാധാരണ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. എൻ്റെ പിതാവ് ഒന്നിച്ച് അനേക മണിക്കൂർ സമയം കാര്യം പറയും. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നന്മയുടെ സംസാരമായിരുന്നു. ഇത്രയും നാൾ വരെ ഒരാളിനെ കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരാളിനെ കുറിച്ച് ഇടവക കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ കാര്യങ്ങൾ, നന്മ പ്രതിഫലിപ്പിക്കുന്ന സംഭാഷണത്തിലൂടെ ചേർത്തിരിക്കുവാൻ
കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ പ്രിയപ്പെട്ട പാപ്പി സാറ് എൻ്റെ പിതാവിന് കത്തയക്കുമായി. നല്ല വടിവെത്ത അക്ഷരം, നല്ല സൗഹൃദത്തിൻ്റെ പാഠം ഞാൻ പഠിച്ചത് വരുന്നതാണ്. എന്നെ സംബന്ധിച്ച് പ്രിയപ്പെട്ട പാപ്പി സാറ് ഒരു സമാനനായി അത്രമാത്രം ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പ്രിയപ്പെട്ട പാപ്പി സാറിൻ്റെ ഈ വിയോഗത്തിൽ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായ അനുശോചനവും ബന്ധവും ഞാൻ അറിയിക്കട്ടെ, പ്രാർത്ഥന അറിയിക്കട്ടെ. ഈ നല്ല മനുഷ്യൻ്റെ അഭാവം നമുക്കൊക്കെ we are going to feel it because God has been so kind to him, so good to him, and he has been so good to us. So we really miss him. പക്ഷേ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട അഭിമന്യ ക്രിസ്തുസ് പിതാവും പന്നിക്കോർപ്പിസ്കോപ്പായൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയെ ആഴത്തിൽ ആശ്രയിച്ച് ഈ ബുദ്ധിമുട്ടുള്ള ഈ വേദനയുടെ അവസരത്തെ തരണം ചെയ്യുവാനും പ്രത്യാശയോടെ സാർ നമുക്ക് കാണിച്ചെന്ന ജീവിത നന്മയുടെ ജീവിതത്തിലേക്ക് പാർട്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇത് നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി ഇപ്പോൾ വ്യൂവിങ്ങിനുള്ള സമയമാണ്. കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ കുഞ്ഞുമണിയിൽ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. അഭിമന്യ തിരുമേനിമാര്, ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കൾ, 93 വർഷക്കാലം ധന്യമായ ജീവിതം നയിച്ച് ഈ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ അപ്പച്ചനെ സന്തോഷത്തോടുകൂടി യാത്രയേക്കാൻ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. വേർപാട് ദുഃഖമുള്ളതാണ്. അതിലുപരി നമുക്ക് പ്രിയമുള്ളവരാകുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ആഴവും കൂടും. അപ്പച്ചൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ പ്രിയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പച്ചനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് ഷാജിയുടെ വീട്ടിൽ വെച്ചാണ്. അന്ന് മുതൽ ഇന്ന് വരെ വളരെ സ്നേഹത്തോടും വളരെ കരുതലോടും ഞങ്ങളവിടെ സംസാരിക്കുകയും എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഓരോരുത്തരെ അടുത്ത് വിളിച്ചിരുത്തി ഓരോ വിവരങ്ങൾ ചോദിക്കാനൊക്കെ അപ്പച്ചൻ എപ്പോഴും ഇത് കാണിച്ചിട്ടുണ്ട്. ഇത്രയും സൗമ്യനായ, ഇത്രയും പ്രസന്നായ ഒരു വ്യക്തിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചന്റെ അടുത്തിരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആ ശൈലിയും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു അപ്പച്ചൻ്റെ ഉണ്ടായിരുന്നത്. അപ്പച്ചൻ കാണിച്ചു വെച്ച നല്ല മാതൃകയോർക്ക് അപ്പച്ചന്റെ മക്കൾക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. അപ്പച്ചന്റെ വേർപാടിൽ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ദൈവികമായ സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കേരള സമാജത്തിൻ്റെയും പേരിലുള്ള അനുശോചനം അറിയിച്ചു. താങ്ക് യു.
ഇപ്പോൾ അപ്പച്ചൻ്റെ മകൾ ത്രേസ്യാമ്മ തോമസ് നാടുകളിൽ അപ്പച്ചനെ പറ്റിയുള്ള ഓർമ്മകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. കൂടിയിരിക്കുന്നു എല്ലാവരും. അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവർക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഒരു കടലിരമ്പുന്നുണ്ട്. അതിലൊരു തുള്ളി എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. 93 വർഷം ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അപ്പച്ചൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി, ആ വിളക്കിൻ്റെ പ്രകാശം, അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് തീർക്കാൻ പറ്റില്ല. അപ്പച്ചൻ്റെ പേര് പാപ്പി. ആ 2 അക്ഷരത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുടെ ഒരു സമാഹാരത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് പാപ്പി. സ്നേഹം, ക്ഷമ, ഔദാര്യം, ഉന്നതമായ ആറ്റിറ്റ്യൂഡ്, സ്നേഹം, എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള കഴിവ്. ഈ ലോകത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും മണ്ണിനെയും എല്ലാം സ്നേഹിച്ച ഒരു വ്യക്തി. ഈ വാക്കുകളുടെ എല്ലാം കൂടി അർത്ഥം കൂടുന്നത് എൻ്റെ അപ്പച്ചൻ്റെ പേരാണെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അപ്പച്ചനൊരു അധ്യാപകനാണെന്ന് പറഞ്ഞു. അധ്യാപകൻ എന്നതിനേക്കാൾ അപ്പച്ചനൊരു കർഷകനായിരുന്നു. തിരുമേനി പറഞ്ഞില്ലേ, ഒരു മലയുടെ മുകളിൽ ആ മല എത്ര സമൃദ്ധമായിരുന്നെന്നറിയാമോ? കൃഷി കൊണ്ട് എത്ര തരം കൃഷി വിഭവങ്ങൾ, എത്ര തരം ഫലവൃക്ഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഏതൻ തോട്ടമായിരുന്നു ആ സ്ഥലം. എല്ലാം അപ്പച്ചൻ്റെ നോട്ടത്തിലാണ് അതെല്ലാം വളരുന്നത്. ഈ മണ്ണിനെയും ഞങ്ങൾ വളർത്തുന്ന ആടിനെയും ആടിനെയും പട്ടിയെയും ഒക്കെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഭാഷ ഇത്ര ബലമായി അറിഞ്ഞത് ഞങ്ങളുടെ അപ്പച്ചൻ. അപ്പച്ചൻ താഴെ വരുമ്പോൾ ഞങ്ങളുടെ പശുക്കൾക്കറിയാം അപ്പച്ചൻ താഴെ സ്റ്റെപ്പ് ചവിട്ടുന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളോടൊപ്പം തന്നെ ഈ എല്ലാവരെയും സ്നേഹിക്കാൻ, സ്നേഹത്തിന്റെ ഒരു വലിയ കൂടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ വസിച്ചിട്ട് ഇന്ന് അപ്പച്ചൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവിടെ എനിക്കൊരു സമാധാനമുണ്ട്. എൻ്റെ അപ്പച്ചനോട് ചെല്ലുമ്പോൾ അവിടെ നിറയെ മാലാഖമാരെ, അവിടെ നിറയെ വിശുദ്ധന്മാരായിരിക്കും. എൻ്റെ അപ്പച്ചനെ കൈപിടിച്ച് മരണക്കിടക്കയിലും വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന, അവരോട് സരസ്വപൂർണ്ണം സംസാരിക്കുന്ന, എത്രയോ 12 ദിവസം ആശുപത്രിയിൽ കിടക്കുമ്പോഴും അപ്പച്ചൻ അവിടെ വരുന്നവരോട് സംസാരിക്കുന്ന രീതി കണ്ടാൽ യാതൊരു വിഷമവും അനുഭവിക്കുന്നില്ല എന്ന് തോന്നുകയും, ഏത് ദുഃഖത്തിന് സന്തോഷം, എല്ലാം സഹിക്കുന്ന ഇത്രയും സഹന ശക്തിയുള്ള ഒരു വ്യക്തി. എത്ര പറഞ്ഞാലും തീരാത്ത എല്ലാ സ്വഭാവങ്ങളുടെയും. ഞങ്ങളെ വളർത്തുമ്പോൾ ഞങ്ങൾ അപ്പച്ചൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാ മാതാപിതാക്കളും അടിച്ചു പിടിച്ചും വളർത്തണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്നും അടിയൊന്നും കൊണ്ടല്ല വളർന്നത്, സ്നേഹം കണ്ട് മാത്രം വളർന്നത്. പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. ജീവിതത്തെ ഇത്ര സ്നേഹിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഓരോ ദിവസവും അദ്ദേഹം ആഘോഷിക്കുകയായിരുന്നു ജീവിതം. ഏത് സാഹചര്യത്തിലും ഈ ജീവിതത്തെ സ്നേഹിക്കാൻ ഒരിക്കലെങ്കിലും ഒരു നിരാശ,
ഒരു ജീവിതത്തോടൊരു മടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചൻ്റെ ആ ജീവിതത്തോടുള്ള സ്നേഹം ഞങ്ങളെയും അതൊക്കെ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്ന 4 വർഷത്തിന് മുമ്പ് അപ്പച്ചൻ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ അധ്യാപക വിദ്യാർത്ഥികളെ പോയി ക്ലാസ് എടുത്ത കാര്യം പറയുന്നത് ഈ ഭൂമിശാസ്ത്രമൊക്കെ ഭൂമിയിലെ രേഖാംശങ്ങളും അതിൻ്റെ സമയവ്യത്യാസങ്ങളും ഒക്കെ ഞാനൊരു പ്രാവശ്യം ഈ അറൗണ്ട് ദ വേൾഡ് 80 days എന്നുള്ള പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറയുകയായിരുന്നു ഈ സമയത്തിന്റെ വ്യത്യാസം എങ്ങനെയാ വരുന്നതെന്ന്. പക്ഷെ സത്യത്തിൽ എനിക്കതൊക്കെ അത്ര അറിയില്ലായിരുന്നു. അപ്പോഴാണ് അപ്പച്ചൻ പറഞ്ഞത്. നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ ക്ലാസ് പിള്ളേർക്ക് എടുത്തു കൊടുത്തു. അതൊരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ ഓർത്തിരിക്കാൻ ചിലപ്പോൾ ഓർത്തിരുന്നെങ്കിൽ അപ്പച്ചൻ എനിക്കത് എഴുതി തരാം. അപ്പച്ചൻ അത് എഴുതി തന്നു. ഷാർപ്പായ ഓർമ്മയും ഷാർപ്പായ ബുദ്ധിയും കൊണ്ട് മരണത്തിന്റെ ദിവസം വരെയും ആ ഓർമ്മ അപ്പച്ചൻ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. ആ മരണ ദിവസം വരെയും കൊന്ത നമസ്കാരം ചൊല്ലിയ 12 ദിവസം ആശുപത്രി കിടന്നപ്പോൾ ഒരു ദിവസം പോലും കൊന്ത നമസ്കാരം അപ്പച്ചൻ നിർത്തിയില്ല. അങ്ങനെ ജീവിതത്തെ മുഴുവനും സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ മാത്രം ജീവിതം അടിയുറപ്പിച്ച് വിശ്വാസത്തിന്റെ പാതയിലൂടെ നടന്ന എൻ്റെ അപ്പച്ചനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. തിരുമേനി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കാണുന്നത് തിരുമേനിയുടെ ഫാദർ എൻഡിവറി സാറും അപ്പച്ചൻ്റെ ചേട്ടൻ തോമസ് സാറും കൂടി പല കാര്യങ്ങൾക്ക് ലീജിയൻ ഓഫ് മേരിക്കും ഈ വിൻസെന്റ് പോൾ സൊസൈറ്റിക്കും ഒക്കെ നടക്കുന്നതാണ്. സൺഡേ സ്കൂൾ ഞങ്ങളെയും അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ പുതിയ പാട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ രീതിയിലൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പാട്ടിനെ ഇത്രയും സ്നേഹിച്ച, പാട്ട് പാടാൻ ഇത്രയും ഇഷ്ടമുള്ള, ഇപ്പോഴും ഒരു പുതിയ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പച്ചൻ. പുതിയതല്ല, ഇച്ചിരി പഴയതാണ്. പക്ഷെ അപ്പച്ചൻ അത് പഠിക്കുന്നത് ഇപ്പോഴായിരുന്നു. യഹോവ ഈരേ എന്നുള്ള പാട്ട്. എങ്ങനെ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയായിട്ട് ജീവിതത്തെ ഇന്ന് നാളെയാണ് ജീവിതം അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും പ്രാർത്ഥനയിലും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രത്യാശയിലും വഴികാട്ടി തന്ന എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഇനി അധികം ഞാൻ പറയുന്നില്ല. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രിസ്ത്യാനിക്ക് ആ വിശ്വാസമില്ല. പക്ഷേ ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആഗ്രഹമെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പച്ചൻ്റെ മകളായിട്ട്, എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും മകളായിട്ട് ഞങ്ങളുടെ ആ പഴയ വീട്ടിൽ വന്ന് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പച്ചൻ മരിക്കുന്നതിനാണ്. അപ്പച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5-6 ദിവസം കഴിഞ്ഞപ്പം അപ്പച്ചന് സുഖമായിട്ട് വീട്ടിൽ വരാമെന്നൊക്കെ ഉള്ള ഒരു പ്രത്യാശ ഉണ്ടായിരുന്നിട്ടും അപ്പച്ചൻ എന്നെ ഞാനും മോളും കൂടെ അടുത്തേന്ന് അപ്പച്ചൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു അപ്പച്ചൻ. എന്താന്ന് ചോദിച്ചാല് എൻ്റെ മരുമക്കള് 2 പേരെ എടുത്ത് പറഞ്ഞു. ഷെർലിയും ഡേസിയും പറഞ്ഞിട്ട് പറഞ്ഞു അവരെന്നെ എത്രമാത്രം സ്നേഹിച്ചെന്നറിയാമോ? ഞാനും അവര് നിങ്ങളെക്കാൾ സ്നേഹിച്ചു. എൻ്റെ മരുമക്കളല്ല, എൻ്റെ മക്കളാണ് എന്തെല്ലാം പറഞ്ഞു. കുറേ നേരം അവരെ കുറിച്ച് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്, ഞാൻ സന്തോഷമായിട്ടാണ് പോകുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു പാട്ടൊക്കെ പാടി എന്നെ കൊണ്ട് അടക്കണം, വേറെ വലിയ ആർപ്പാടുകളൊന്നും ഇല്ലാതെ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. അങ്ങനെ അതുപോലെ പറഞ്ഞില്ല, ഞങ്ങൾ ആരുടെയും കുറ്റം കേട്ട് വളർന്നവരല്ല. ഒരാളുടെ കുറ്റം പറഞ്ഞ എല്ലാവരുടെയും നന്മ കേട്ട് മാത്രം വളർന്നു. പോസിറ്റീവായി ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അതുകൊണ്ട് ചില അപ്പച്ചനെ വഞ്ചിച്ചവരുണ്ട്, അപ്പച്ചനെ ചതിച്ചവരുണ്ട്. പക്ഷെ അവരോടൊന്നും ഒരിക്കലും അപ്പച്ചൻ ആ ഒരു വിദ്വേഷം മനസ്സിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വഭാവ ഗുണങ്ങൾ കണ്ട ഒരേ ഒരു മനുഷ്യൻ എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും എൻ്റെ കാലത്തെ ജീവിതത്തിൽ എൻ്റെ അപ്പച്ചനാണ് എൻ്റെ മാത്രം പുരുഷൻ, എൻ്റെ റോൾ മോഡൽ, എൻ്റെ കിങ്, എല്ലാം എൻ്റെ അപ്പച്ചനാണ്. അത്രയ്ക്ക് ഒരു മകൾ ഞാൻ മരിച്ചു പോയതുകൊണ്ട് പറയല്ല, മരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പറയുന്നതാണ്. മിസ്മോൾ എന്നോട് പറയും, അമ്മ ഇത്രയും ഒരു അപ്പച്ചൻ നമുക്കുണ്ടോ? അവളെപ്പോഴും പറയുന്നത് ഇങ്ങനെ ഒരു അപ്പച്ചൻ നമുക്കുണ്ടോ, വണ്ടർഫുൾ അപ്പച്ചൻ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അതാണ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു ജീവിതം കൊണ്ട് ഇത്ര ധന്യമായി ഇത്ര സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും സന്തോഷമായി,
എപ്പോഴും ഓരോ നിമിഷവും ഓരോ ദിവസവും ആഘോഷിച്ച് ആ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാവർക്കും എനിക്ക് എത്ര സമയം നൽകുന്നു. Thank you, Teresa. We'll share their memories on their grandfather. Just 2 of Apachin's 18 grandchildren. There aren't enough words. There aren't enough words in the English dictionary to describe the type of strong and amazing man that Apachin was. The first 2 words that I ever remember Apachin saying in the English language were thank you. And that's the kind of life that Apachin lived, one of gratitude. He was always grateful for every single person in his life, and always grateful just to be alive. Even in the hospital, when the nurses asked him how he was doing, Apachin always said, "I am fine," and introduced himself to everybody, saying, "My name is Papi. Papi is always happy." He spread love and laughter to every single person that he met, and he touched so many lives. And that's evident by the amount of people that are here in this room to pay tribute to him. Apachin was a patient, forgiving, and kind soul who worked very hard and lived a faithful and humble life. What's amazing is that Apachin prayed the rosary every morning at 5 a.m. And he passed away just after 5 a.m. on Wednesday morning, right after he finished praying the rosary. That's how dedicated he was. I was lucky enough to be with Apachin in the morning he passed away. We stood around Apachin with one hand placed on him, and we all recited a prayer. And then we saw him take his last breath. I'm blessed to have known a man like Apachin, and proud to call him my grandfather. One of the many messages that we can take from Apachin's life is to always be thankful and never take life for granted. To think of life as a gift from God and to be grateful for every second of it. I love and miss you, Apachin. I'll never ever forget you.